കേരളത്തിലെ മീൻവെട്ടല് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് അല്ലെ. പക്ഷെ വളരെ വ്യത്യസ്തമായ അങ്ങ് ഗോവയിലെ നമ്മുടെ ഈ ചുള്ളൻ അച്ഛന്റെ മീൻവെട്ടലൊന്ന് കണ്ടു നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ഇദ്ദേഹത്തിന്റെ വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 വയസ്സാണ്. കണ്ടാൽ നല്ല ഡൈ ഒക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രായം ആ കൈകളിലില്ല. നിങ്ങളൊന്ന് നോക്കിയേ, 17 വയസ്സുകാരന്റെ ചുള്ളത്തരമാണ് ആ കൈകളിൽ ഇരിക്കുന്നത് കേട്ടോ. ഒരു 17 വയസ്സുകാരൻ ഇതുപോലെ മീൻ വെട്ടുവാന്ന് എനിക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. കാരണം നിമിഷ നേരം കൊണ്ടാണ് എത്ര കിലോ മീനെ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ കൊതിക്കുന്ന രീതിയിൽ പറയുന്ന രീതിയിൽ വെട്ടി ഞുറുക്കി പീസാക്കി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഇരിക്കുന്ന ലൊക്കേഷനും കൂടെ ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ കാലങ്കോട്ട് ബീച്ച്. കാലങ്കോട്ട് ബീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ കാലങ്കോട്ട് ബീച്ച് എന്ന് പറഞ്ഞത്. ഗോവയിലെ ഏറ്റവും ഫേമസ് ബീച്ചാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെയാണ് കാലങ്കോട്ട് ഫിഷ് മാർക്കറ്റും. ആ കാലങ്കോട്ട് ഫിഷ് മാർക്കറ്റിന്റെ വാതിക്കെ ഇദ്ദേഹം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടാകും കേട്ടോ. ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ മീൻ വെട്ടാനുണ്ട് ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ. പക്ഷെ എല്ലാരും വരുന്നത് ഈ ചുള്ളൻ അച്ഛൻ്റെ അടുത്താണ് കേട്ടോ. അല്പം മനസാക്ഷിയുള്ള കൂട്ടത്തിലാണ് ഇദ്ദേഹം. നമ്മളൊരു 10 രൂപയോ 20 രൂപ 50 രൂപ കൂടുതൽ കൊടുത്താൽ ഇദ്ദേഹം വാങ്ങിക്കത്തില്ല. ഇദ്ദേഹത്തിന്റെ കൂലി മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ അവസാനം നിഷ്കളങ്കമായ ഒരു ചീവ്, അതിലാരായാലും ഒന്ന് വീണ് പോകും കേട്ടോ. പണ്ടത്തെ കാലത്ത് എല്ലാരും പറയും ആണുങ്ങൾ മീൻ വെട്ടാൻ പാടില്ല, പെണ്ണുങ്ങൾ മാത്രമേ മീൻ വെട്ടാൻ പാടുള്ളൂ എന്ന്. എല്ലാ ജോലിയും പെണ്ണുങ്ങളുടെ തലയിലായിരുന്നു. ഇപ്പൊ മീൻ വെട്ടലിൽ പോലും ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസമില്ല. താൻ നോക്കിക്കേ, ഞാൻ 2 വാക്ക് സംസാരിച്ച് തീരുന്നതിന് മുമ്പ് താ 3.5 കിലോയുള്ള പെടപടക്കുന്ന പറ്റിയ നമ്മുടെ ഈ അച്ഛൻ നിമിഷ നേരം കൊണ്ടാണ് വെട്ടി തീർത്തേക്കുന്നത് കേട്ടാ. മറക്കാനുള്ള പീസ് വേറെ, കറി വെക്കാനുള്ള പീസ് വേറെ. ഇനി അതിന്റെ തല മാത്രം വെച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇത് യഥാർത്ഥ സൂപ്പർ ഹീറോ ആണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. നിങ്ങൾ തന്നെ പറ, ഇതല്ലേ യഥാർത്ഥ സൂപ്പർ ഹീറോ? ഇതൊരു സിനിമയിലെ അജിത്തോ വിജയോ വല്ലോ ആണ് മീൻ വെട്ടിയിരുന്നെങ്കിൽ നിങ്ങളൊരു കയ്യടി കൊടുക്കത്തില്ലേ? അതുപോലെ ഒരു കയ്യടി നമ്മുടെ ഈ അച്ഛന് കൊടുത്തുകൂടെ നിങ്ങൾക്ക്?